ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് അമൃതം പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ഞാൻ അമൃതം പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മറ്റൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയിൽ കുറച്ചും കൂടി വെള്ളം വേണം. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ പാത്രത്തിലും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അമൃതം പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അമൃതം പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് മാവ് ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ആ ഒരു പച്ച ഒരു മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറും. ഇപ്പോൾ ശർക്കര പാനിയും ഏകദേശം ആയിട്ടുണ്ട്. ശർക്കര പാനി ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഈ പാനി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ശർക്കര പാനി ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കും. അതുകൊണ്ട് കുറേശ്ശെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ശർക്കരയുടെ മധുരം അനുസരിച്ചിട്ടും നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടും ചിലപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ശർക്കര കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് ഡേറ്റ്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മധുരം കുറവാണ് ചേർക്കുന്നത്. ശർക്കര പാനി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. പാനിയിൽ നിന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഈന്തപ്പഴവും ഏലക്കാപ്പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട് ചേർക്കാം, ഇഷ്ടമുള്ള നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഞാനിവിടെ ഒരു കൈപ്പിടി ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബദാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നത് ഓപ്ഷണലാണ്. ചെറിയൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളതാണ്. കസ്കസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ഒക്കെ ചേർത്ത് കൊടുക്കാം.
നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കുറച്ചൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ ഈ പാകത്തിലാവണം. അപ്പോഴാണ് ഈ ഹൽവയുടെ പാകം ആയിട്ടുള്ളത്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാനിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ ഇളകി വരണം. അതാണ് കറക്റ്റ് ആ ഒരു പാകം. അതുപോലെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഈ നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുള്ള നെയ്യും തെളിഞ്ഞ് വരണം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. 10 മിനിറ്റിൽ താഴെ മതി. വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ പാത്രം ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രം കുറച്ച് ഉയരത്തിലുള്ളതാണെങ്കിൽ ഇതിൽ കൂടുതൽ തിക്നെസ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് പരന്നിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതും കുറച്ച് ഈന്തപ്പഴവും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വയ്ക്കണം. എങ്കിൽ മാത്രമേ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്